നമ്മളിന്ന് ഉള്ളത് ശംഖുമുഖം ബീച്ചിലാണുള്ളത്. കടൽ വളരെ പ്രക്ഷുബ്ധമായാണ് കാണുന്നതെന്ന്. ഈ നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് ഈ ശംഖുമുഖം ബീച്ചിലാണുള്ളത്. അതുപോലെ ചരിത്രപരമായിട്ടൊക്കെ ഒരുപാട് ബന്ധം ഉള്ള ഒരു സ്ഥലം കൂടെയാണ്. നമ്മുടെ ഈ ബീച്ചിൻ്റെ സമീപം ഒരു കൽ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് നല്ല തിരയാണ്. നല്ല തിരയും തിരക്കും ഒക്കെയുണ്ട്. തിരക്ക് കുറവാണ്, തിരയുണ്ട്. കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. ഇവിടെ ഒരു പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്നലെ കല്യാണം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ കല്യാണം മീൻസ് റിസപ്ഷൻ പാർട്ടി എന്തൊക്കെ നടന്നതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ അത് ഇവൻ്റുകാരൊന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഈ പൊതുവേ ഇന്ന് ആൾ കുറവാണ്, കാരണം കടൽ നല്ല പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇന്നിവിടെ ആൾ കുറവ്. അപ്പം ഞാൻ എന്തായാലും നടന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം ഈ കുതിര സവാരിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു പെങ്കൊച്ച് കുതിരപ്പുറത്ത് ഇങ്ങനെ പോണത്. അപ്പോൾ അതൊക്കെ ഒരു വഴിക്കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വിശാലമായൊരു പാർക്കിംഗ് ഒക്കെ ഇട സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടത് കഫ്തീരിയയിലൂടെയാണ് പോകണത്. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഈ കടലിൻ്റെ വൈബൊക്കെ കണ്ടിരുന്നു. ഒരു ചായ കുടിക്കാമെന്ന് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണാം കുട്ടികളൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കോഫി ഷോപ്പിലോട്ട് കയറാമെന്ന് ചോദിച്ചത്. ഇതിപ്പം സർക്കാരിൻ്റെ ഇടയ്ക്കെന്ത് പദ്ധതിയായിരുന്നു. നമുക്ക് NH സൈഡിലൊക്കെ ഈ ഒരു മാതൃകയിലുള്ള കോഫി ഷോപ്പുകൾ കാണാൻ പറ്റുമല്ലോ. പലതും പക്ഷേ ഇപ്പം നിർത്തിയിട്ടൊക്കെ പോയി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ബിസിനസ് കാണുമെന്ന് വിചാരിച്ച് അപ്പം ചായക്ക് ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാഫുകൾക്ക് അവരൊക്കെ ഒരു താല്പര്യമില്ല. മാസ ശമ്പളം ഉണ്ടായിരിക്കും ചിലപ്പോൾ. അവർ പറഞ്ഞ് ബില്ലെടുക്കണം, ഫസ്റ്റ് ബില്ലാണ്. തൊട്ട് ബാക്കിൽ ബിൽ കൗണ്ടറിൽ വന്ന് അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഒരു മലയാളി ഇരിപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇത് മലയാളിയാണെന്ന് തോന്നുന്നു, മലയാളമൊക്കെ പറയുന്നുണ്ട് പുള്ളി. ഞാനൊരു ചായയും പിന്നെ അവിടെ കണ്ടത് ഒരു പഴം നിറച്ചതുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പുള്ളി അതിൻ്റെ ബില്ലൊക്കെ ബില്ലടിച്ച് തന്ന്. ഒരു ചായയിൽ കോഫിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ചായ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് കോഫി ആക്കിയിട്ടുണ്ട്. അപ്പോൾ കോഫിക്കുള്ള ബില്ല് അത് അടിച്ച് തന്ന് 70 രൂപയാണ് ആയത് രണ്ടും കൂടെ. നമ്മൾ പഴം നിറച്ചതിന് വരുന്നത് 40 രൂപയും കോഫിക്ക് 20 രൂപയും, അങ്ങനെ മൊത്തം 60 രൂപയാണ്. GSTയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. 70 രൂപ അടിച്ച് തന്ന്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വൈബിനാണല്ലോ നമ്മൾ കാശ് കൊടുക്കുന്നത്. അപ്പോൾ നേരെ ബില്ലും കൊണ്ട് ഫ്രണ്ടിലെ കൗണ്ടറിലേക്ക്. ഇവിടെയൊക്കെ നിറയെ വെള്ളവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ. പിന്നെ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ വൃത്തികേടെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഈ പഴം നിറച്ചത്, പിന്നെ വേറെ താഴെ പാസ്തയാണെന്ന് തോന്നുന്നു. പിന്നെ അതിനൊക്കെ തന്നെ 1-2 ഇതാണ് പഴം നിറച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ. പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, കൂന്തൽ നിറച്ചതുണ്ട്, താഴെ എന്തോ ഉള്ളിവട ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പഴം നിറച്ചത് എല്ലായിടത്തും പല കടലും കിട്ടുന്ന പല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വെറൈറ്റി ആയി മലബാറിൻ്റെ ഒരു നേരെ അത് വാങ്ങിച്ചതിൻ്റെ ഫ്രണ്ടിൽ റെസ്റ്റോറൻറ്റ് സൈഡ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വന്നിരുന്ന ബീച്ചിൽ നടപ്പാതയിൽ ആ ഒരു ഇതിലാണ് ഇരുന്നത്. അവിടെ ടൈലിട്ടിട്ടുണ്ട്. പക്ഷേ ചെറിയ നനവൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അവിടെ വന്ന് ഇതാണ് നമ്മൾ പഴം നിറച്ചത് കേട്ടോ. സംഭവം കാഴ്ച നോക്കിയപ്പോഴത്തേക്ക് ഇത് കാണുന്നതിൻ്റെ അത്ര വലിയ ഗുണമൊന്നുമില്ല. 40 രൂപയ്ക്കുള്ള ഒന്നുമില്ല. പിന്നെ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരാൾ മാത്രം കഴിക്കുകയാണെങ്കിൽ ഒരു മടുപ്പ് തോന്നും നമുക്ക്. അങ്ങനെ അവിടെ ഇരുന്ന് അതും കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഇവിടെ ഇരുന്ന് നമുക്കിവിടെ കുറേ കാഴ്ചകൾ കാണാം. സത്യം പറഞ്ഞാൽ ബീച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഇതെല്ലാം കപ്പിൾസ്, പിന്നെ സൈഡിൽ ഒരു കപ്പിൾസ്, പിന്നെ അത് കണക്ക് തന്നെ നഷ്ടപ്രണയക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ് അവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് ബാക്കിലാണ് ഈ ഒരു കഫ്റ്റീരിയ കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇവിടെ നവീകരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നവീകരിച്ച് നമ്മുടെ കോവളത്ത് ഇനി അടുത്തൊരു ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. ഒരു ഇത് കണക്കൊരു തിട്ടം കാരണമൊക്കെ നടക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാകും. കോവള ബീച്ചിൻ്റെ പേരേ മറന്നു. പിന്നെ ഇവിടെ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ മറ്റേ വായുവിലൊക്കെ പൊക്കി കയറി കളിക്കുന്ന സാധനങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചുങ്ങളായിട്ട് വന്ന് ഇവിടെ എനിക്ക് എൻട്രൻസ് ഫീ ഒന്നും ഇല്ലെന്നു ഞാൻ കണ്ടൊരു എൻട്രൻസ് ഫീ ഒന്നും ഞാൻ കൊടുത്തതുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ അറിയാൻ വയ്യുന്നത്. ഇനി എൻട്രൻസ് ആക്കുമെന്നാന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ ഈ മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുട്ടികളായിട്ടായാലും വലിയവർക്കായാലും വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ട്രിവാൻഡ്രത്തുള്ളവർക്ക്. പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് അന്യ ജില്ലക്കാർക്കെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് വന്നൊരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഓരോ സ്ഥലം മാറി സ്റ്റേ ചെയ്ത് കാണാനുള്ള അത്രയും സ്ഥലം തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരം യാത്രക്കിടയിൽ കണ്ടതാണ് പട്ടത്ത് വച്ച് 1986 മോഡൽ
RX 100 ഇന്നും യുവാക്കൾക്ക് ഒരു ഹരമാണ്. അതിൻ്റെ 2 സ്ട്രോക്ക് കുതിരശക്തിയും ലളിതമായ ഡിസൈനും അതിലുപരി ശക്തമായ പ്രകടനവും കൊണ്ട് യുവാക്കൾക്കെല്ലാം ഇറങ്ങിയ കാലഘട്ടം മുതൽ ഈ 2025 വരെയുള്ള യുവാക്കൾ ആരാണോ യുവാക്കൾ അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന, അവരെല്ലാം ഉപയോഗിക്കാൻ കൊതിക്കുന്നൊരു വാഹനമാണ് RX 100. ഞാനീ കണ്ട വണ്ടി KCV, അത് ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. 1989 മുന്നേ വരുന്ന രജിസ്ട്രേഷനാണ്. KCV, KCT, KBT, KBV ഇതെല്ലാം ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ് വരുന്നത്. KL01 തുടങ്ങുന്നതിന് മുന്നുള്ള വാഹനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ ഈ കാണുന്ന RX 100 എൻജിൻ എന്ന് പറയുമ്പോൾ 98 cc എൻജിനാണ് വരുന്നത്. ഇതിൻ്റെ 4 സ്പീഡ് മാനുവൽ ഗിയറാണ്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് അന്ന് ഇപ്പോഴും ആ വണ്ടിക്ക് ശരാശരി വരുന്ന മൈലേജ് 30 to 35 മൈലേജാണ് വരുന്നത്. എന്തായാലും യുവാക്കളുടെ എല്ലാം ഹരമായി മാറിയതല്ല, എക്കാലത്തെയും ഹരമായ ഈ ഒരു വിൻറ്റേജ് വണ്ടി ഇവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്കത് പകർത്താതെ പോകാൻ തോന്നിയില്ല. ഇനി എത്രയ്ക്ക് ചെളിയും മണ്ണും ഒക്കെ ആയിരുന്നാലും ഈ വണ്ടി തരുന്നൊരു എന്താ പറയുന്നൊരു, നമ്മൾ എത്ര വയസ്സുള്ള ഒരാളായാലും നമ്മൾ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നൊരു വണ്ടി.